ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടല്ല, നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മളിതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത് 1 കപ്പ് ഗോതമ്പ് പൊടി കേട്ടോ. നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ മൈദ വെച്ചിട്ട് ചെയ്യാം, അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് തേങ്ങയാണ്. നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് തന്നെ തേങ്ങ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിപ്പം ചേർത്തിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ഉണ്ടല്ലോ, നമ്മൾ വെള്ളമൊക്കെ കാച്ചുന്ന ആ ഒരു ജീരകം കേട്ടോ ചേർത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാം കേട്ടോ. ഇനി രണ്ടും വേണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അധികം മധുരമൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ 2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ചെറുപഴം കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പഞ്ചസാരയോ വെള്ളം ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പഴമൊക്കെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ പഴം എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത പഴമാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാകാൻ. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളവും കൂടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് പഴമൊക്കെ ഒന്ന് കൈവച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടിയും പഴവും നമ്മൾ തേങ്ങയൊക്കെ കൂടി നമ്മളിത് അതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ല് കിട്ടും. നമ്മളിതിൽ ജീരകമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലാട്ടോ ഈ ഒരു സമയത്ത് വരാൻ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം ഏലക്കായപ്പൊടിയും കൂടിയും ചേർക്കാം കേട്ടോ. ആവശ്യമൊന്നുമില്ല, നമ്മൾ ഈ ജീരകം തന്നെ ചേർത്തപ്പം തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും ഒക്കെ അങ്ങ് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളിതാ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂണോളം റവ കേട്ടോ. വറുക്കാത്ത റവയാണ് ചേർത്തിട്ടുള്ളത്, വറുത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ 1 ടീസ്പൂണോളം റവയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. നമുക്ക് കയ്യിലിങ്ങനെ എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാനുള്ള പാകം അതാട്ടോ ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ലൂസായി പോകണ്ട, ടൈറ്റ് വേണ്ട കേട്ടോ. അപ്പോൾ സംഭവം എന്താ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നൊന്നുമില്ല, നമ്മളിതിപ്പം തന്നെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മളിതാ ഈ ഒരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂണോളം ഗീ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മാവ് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കൈവച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് വലുതായിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വലുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ. ഇനി വൈകുന്നേരം ചായയുടെ കൂടെയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെറുതാക്കിയിട്ട് ഉണ്ടാക്കിയെടുത്താൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാകാൻ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഗീയോ ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കാതെ നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കാം. പക്ഷെ നമ്മൾ ഈ ഗീയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും ടേസ്റ്റും കൂടുവേ. അപ്പോൾ ഇത് നമ്മളിത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ചെയ്യുന്നത്. അടച്ച് വെച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് മാറി വരട്ടെ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. മുകൾ ഭാഗം മാറി വന്നതിന് ശേഷം നമുക്ക് ഒന്ന് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് കളർന്ന് മാറ്റിയെടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ മുകൾ ഭാഗം നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡ് ഒന്ന് കളർന്ന് മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. ഒരുപാട് സമയം എടുക്കൂല, നമ്മളിത് അടച്ചു വെക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുക്കായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതാ ഈ ഒരു സൈഡ് ഭാഗം ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാട്ടോ ഇത് റെഡി ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള മാവൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.